നമസ്കാരം, ഞാൻ ശ്രീജിത്ത് ദിവാകരൻ. അഴിമുഖം ഡീറ്റെയിൽസിലേക്ക് സ്വാഗതം. പുതിയ വാർത്തകളല്ല ഇവിടെ. പുതിയ വാർത്തകൾ അറിയാനാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രോൾ ചെയ്ത് പോയിക്കോളൂ. സകലതും വേഗത്തിലാവുകയും ഏറ്റവും പുതിയ വാർത്തകളുടെ തള്ളിക്കയറ്റത്തിൽ നാം പല വാർത്തകളുടെയും വിശദാംശങ്ങൾ വിട്ടുപോവുകയും ചെയ്യുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളത് ചില വിശദീകരണങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടതാകും, ചിലപ്പോൾ കേൾക്കാത്തതാകും. എന്തായാലും നമ്മളുടെ മുഖ്യധാര എന്ന് വിളിക്കപ്പെടുന്ന ലെഗസി മാധ്യമങ്ങളിൽ നാം ഈ വിശദീകരണങ്ങൾ കേട്ട് കാണില്ല. കഴിഞ്ഞ ആഴ്ച നാം കേരളത്തിൽ കണ്ണിറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരിതമനുഭവിച്ച മനുഷ്യർക്കുള്ള വീടുകളുടെ പ്രയോറിറ്റി തീരുമാനിക്കുന്ന നറുക്കെടുപ്പ്. കണ്ണും മനസ്സ് നിറയുന്ന അനുഭവമായിരുന്നു. എത്ര വലിയ ദുരിതത്തെയാണ് നാം അതിജീവിച്ചത് എന്നോർത്ത് നാം നടുങ്ങി. നാം എല്ലാവരും ഒരുമിച്ചിറങ്ങുകയില്ലേ എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഓർത്തും അതിൻ്റെ ഫലമെന്നോണം നാമെല്ലാം ഒരുമിച്ച് നിർമ്മിച്ച വീടുകൾ കണ്ടും നമ്മളുടെ കണ്ണിറഞ്ഞു. അതുപോലെ മറ്റൊരു സന്ദർഭമായിരുന്നു ഇന്ത്യയുടെ വടക്കേ അറ്റത്തു നിന്നുള്ള ഒരു മുൻ മുഖ്യമന്ത്രി തെക്കേ അറ്റത്തുള്ള നമ്മുടെ നാട്ടിൽ വന്ന് തൊണ്ടയിടറി പ്രസംഗിച്ചതും നമ്മുടെ മുഖ്യമന്ത്രിയെ ആലിംഗനം ചെയ്ത് വിതുമ്പിയതും. അനീതി മഴ പോലെ പെയ്യുന്ന കാലത്ത് ആശ്വാസത്തിൻ്റെ ഒരു തുരുത്തായി ഫാറൂഖ് അബ്ദുള്ള എന്ന 88 വയസ്സുള്ള വലിയ നേതാവ് കേരളത്തെ കാണുന്നു. എന്തുകൊണ്ടാണിത്? അത് വിശദീകരിക്കാനാണ് നാം ഇവിടെ ആദ്യത്തെ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. നിങ്ങൾക്കെല്ലാം സുപരിചിതമായിരിക്കും 3 ഇഡിയറ്റ്സ് എന്ന സിനിമ. 10-17 കൊല്ലം മുമ്പേ ഇറങ്ങിയ സിനിമയാണെങ്കിലും 3 ഇഡിയറ്റ്സ് ബോളിവുഡിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്. ആമിർ ഖാൻ്റെ റാഞ്ചോയും ഷർമാൻ ജോഷിയുടെ രാജുവും മാധവൻ്റെ ഫർഹാനും ചേർന്നുണ്ടാക്കിയ ചിരിവിരുന്നിൻ്റെ ഓളങ്ങൾ എത്രയോ കാലം കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നു. അവർ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജും അവിടുത്തെ പ്രിൻസിപ്പളായ ബോബൻ ഇറാനിയുടെ സഹസ്രബുദ്ധിയും കരീന കപൂറിൻ്റെ PAയും എല്ലാം ചേരുന്ന ഈ സിനിമ ജാപ്പനീസ് മാർക്കറ്റുകളിൽ പ്രചരിച്ച ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ്. രാജ്കുമാർ ഹിരാനി സംവിധാനം ചെയ്ത 3 ഇഡിയറ്റ്സ് തമിഴിൽ മുതൽ സ്പാനിഷിൽ വരെ റീമേക്ക് ചെയ്യപ്പെട്ട വലിയ ഹിറ്റായി മാറുന്നതിന് പിന്നിലൊരു കാര്യമുണ്ട്. അതിലെ ആമിർ ഖാൻ അവതരിപ്പിക്കുന്ന റാഞ്ചോ അഥവാ ഫസൂങ് വാങ്ഡു എന്ന റിയൽ ലൈഫ് ക്യാരക്ടറായിരുന്നു എന്നുള്ളതാണത്. ജമ്മു കാശ്മീരിലെ ലഡാക്ക് പ്രവിശ്യയിലെ എൻട്രപ്രണറും ബദൽ വിദ്യാഭ്യാസ മാതൃക സൃഷ്ടിച്ച സെലിബ്രിറ്റിയും പിന്നീട് മാഗ്സസെ പുരസ്കാര ജേതാവുമെല്ലാമായ സോനം വാങ്ചുങ് ആണ് ആ കഥാപാത്രത്തിൻ്റെ റോൾ മോഡൽ. ബോളിവുഡിലെ സൂപ്പർ ഹിറ്റിൻ്റെ കഥാതന്തുവായി മാറിയ വിഖ്യാതനായ സോനം വാങ്ചുങ് ഇപ്പോഴെവിടെയാണ്? കഴിഞ്ഞ 5 മാസത്തോളമായി അദ്ദേഹം ലഡാക്കിൽ നിന്ന് 1600 കിലോമീറ്റർ അകലെ രാജസ്ഥാനിലെ ജോധ്പൂരിലെ ജയിലിലാണ്. എന്തിനാണ്? ആർക്കും വ്യക്തതയില്ല. അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ മുൻ കേന്ദ്രമന്ത്രിയും രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന നിയമവിദഗ്ധരിൽ ഒരാളുമായ കപിൽ സിബലിനടക്കം. സോനം വാങ്ചുങ് രാജ്യദ്രോഹിയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നോക്കൂ, ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാരിനോട് വിയോജിപ്പുള്ള ധാരാളം പേരുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നയങ്ങളെ ജീവിതം കൊണ്ട് എതിർക്കുന്നവരുണ്ട്. അവിടെ കലാപകാരികളുണ്ട്, വിഘടനവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്. പക്ഷേ അവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല സോനം വാങ്ചുങ്. 2019 ഓഗസ്റ്റ് 5 വൈകുന്നേരം 8 മണിക്ക് ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിലൊന്നാണ് ഒറ്റയടിക്ക് ലംഘിക്കപ്പെട്ടത് എന്ന് ഓർമ്മയില്ലേ? ജമ്മു കാശ്മീരിന് ഇന്ത്യൻ ഭരണ വാഗ്ദാനം ചെയ്തിരുന്ന പ്രത്യേക പദവിയും സംസ്ഥാനമെന്ന അംഗീകാരവും കേന്ദ്ര സർക്കാർ മോദിയുടെ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ റദ്ദാക്കി. അതിനെ സ്വാഗതം ചെയ്തയാളാണ് സോനം വാങ്ചുങ്. ജമ്മു കാശ്മീരിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഈ ജനാധിപത്യ ലംഘനത്തിനെതിരായി പ്രതിഷേധം നടന്നപ്പോൾ ആ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ഉയർന്ന അപൂർവം ശബ്ദങ്ങളിലൊന്നാണ് സോനം വാങ്ചുങ്ങിൻ്റേതായത്. നന്ദി പ്രധാനമന്ത്രി, ലഡാക്കിൻ്റെ കാലത്തെയും വലിയ സ്വപ്നമാണ് പൂവണിഞ്ഞിരിക്കുന്നത്, വാങ്ചുങ് അന്ന് എക്സിൽ എഴുതി. തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പോസ്റ്റർ ബോയ് ആയിരുന്നു സോനം വാങ്ചുങ്. കേന്ദ്ര സർക്കാരിൻ്റെ പല പരിപാടികളിലും അദ്ദേഹം ക്ഷണിതാവായി. BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ബദൽ വിദ്യാഭ്യാസ മാതൃകകൾ എങ്ങനെ അവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് അദ്ദേഹവുമായി ചർച്ചകൾ നടത്തി. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ലഡാക്കിൽ കാര്യങ്ങൾ വഷളായത്. സംസ്ഥാന പദവി മാറ്റി പ്രത്യേക ഭരണപ്രദേശമായി കാശ്മീരിനെയും ജമ്മുവിനെയും ലഡാക്കിനെയും പ്രഖ്യാപിച്ചുവെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭരണക്രമം ലഡാക്കിൽ നടപ്പിലായതില്ല. തുടർന്ന് സമാധാനത്തിൻ്റെ നാടായിരുന്ന മഞ്ഞും മനോഹാരിതയും ഗോത്രസംസ്കാരവും കൊണ്ട് സുന്ദരമായിരുന്ന
ലഡാക്ക് കലാപത്തിൻ്റെ കേന്ദ്രമായി മാറി. കഴിഞ്ഞ സെപ്റ്റംബറിൽ സോനം വാങ്ചുങ്ങിൻ്റെ നേതൃത്വത്തിൽ ലഡാക്കിൽ നിരാഹാര സമരം ആരംഭിച്ചു. 90% തദ്ദേശീയ ഗോത്രവാസികൾ താമസിക്കുന്ന ലഡാക്കിനെ സ്വാഭാവികമായും 6th ഷെഡ്യൂളിൽ പെടുത്തി ആ പ്രദേശത്തിന് സ്വയംഭരണാവകാശം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ സമരം. സെപ്റ്റംബർ 24 ഒരു കൂട്ടം ചെറുപ്പക്കാർ ലേയിലുള്ള BJPയുടെ പ്രാദേശിക ഓഫീസിന് തീയിട്ടു. അവർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. ഒരു റിട്ടയർഡ് സൈനികൻ ഉൾപ്പെടെ 4 സമരക്കാർ കൊല്ലപ്പെട്ടു. പിന്നീട് നടന്ന പോലീസ് നരവേട്ടയിൽ 80 സമരക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 ദിവസത്തിനകം UAPA ചുമത്തിയാണ് സോനം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്തത്. വാങ്ചുങ്ങിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സ്റ്റാൻസിൻ ദോർജെ എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. എന്തിനാണ് വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്തത്? സമാധാനപരമായി നിരാഹാരം നടത്തിയതിനോ? ജീവിതം മുഴുവൻ തൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് സോനം വാങ്ചുങ്. ലേയിൽ നിന്ന് 70 കിലോമീറ്ററോളം ദൂരെ മലമുകളിലുള്ള ഉലയിങ് ടോപ്ടോ എന്ന ഗ്രാമത്തിലാണ് വാങ്ചുങ് ജനിച്ചത്. അച്ഛൻ സോങ്ങം വാങ്ങിയാൽ ജമ്മു കാശ്മീരിലെ മന്ത്രിയായതോടെയാണ് വാങ്ചുങ്ങിൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. തലസ്ഥാനമായ ശ്രീനഗറിലേക്ക് അവർ താമസം മാറിയപ്പോൾ ലഡാക്കിലെ പ്രാദേശിക ഭാഷ മാത്രമല്ലാതെ മറ്റൊന്നും അറിയില്ലാത്ത ആ 9 വയസ്സുകാരൻ ആകെ കുടുങ്ങി. കാശ്മീരിയോ ഉറുദുവോ വാങ്ചുങ്ങിന് അറിയില്ലായിരുന്നു. തുടർന്ന് ഡൽഹിയിൽ പഠിച്ച് IITയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം സമ്പാദിച്ച് തിരിച്ച് ലഡാക്കിൽ എത്തിയ അദ്ദേഹം അവിടെ ബദൽ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു. അങ്ങനെയാണ് വാങ്ചുങ്ങിനെ ലോകമറിയുന്നത്. ഡെക്മോൾ അഥവാ സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ഓഫ് ലഡാക്ക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബദൽ പദ്ധതിയുടെ പേര്. ബദൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, തൻ്റെ പിതാവിൻ്റെ മാതൃകയിൽ ലഡാക്കിലെ തദ്ദേശീയ ജനതയ്ക്ക് വേണ്ടി സമാധാനപൂർവങ്ങളായ പല പ്രക്ഷോഭങ്ങളുടെയും കൂടെ വാങ്ചുങ് എല്ലാ കാലത്തും നിലകൊണ്ടു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ലഡാക്ക് പോലെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയെ കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ സംസ്ഥാനത്തുടനീളം അദ്ദേഹം നടത്തി. 2018 മാക്സസെ പുരസ്കാരവും വാങ്ചുങ്ങിനെ നേടിയെത്തി. സെപ്റ്റംബർ 26 മുതൽ 5 മാസത്തോളമായി കേന്ദ്ര സർക്കാരിൻ്റെ കസ്റ്റഡിയിലുള്ള വാങ്ചുങ്ങിനെ വിട്ടുകിട്ടാൻ ഭാര്യ ഗീതാഞ്ജലി അഗ്മോ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വഴി നൽകിയ ഹേബിയസ് കോർപ്പസ് പരാതി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. വാങ്ചുങ്ങിൻ്റെ അറസ്റ്റിന് കാരണമായി 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ആ പ്രസംഗത്തിൻ്റെ വിവർത്തനം തെറ്റാണ് എന്നാണ് കപിൽ സിബലിൻ്റെ വാദം. 3 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൻ്റെ വിവർത്തനത്തിന് 7 മിനിറ്റാണ് ദൈർഘ്യം. പ്രസംഗത്തിൽ ഒരിടത്തും സർക്കാരിനെ മറിച്ചിടണമെന്നോ ലഡാക്കുകാർ സ്വയം തീ കൊളുത്തണമെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. വിവർത്തനത്തിൽ അങ്ങനെ പലതുമുണ്ട്. ഇതെല്ലാം നമ്മുടെ പരമോന്നത കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ആഴ്ചകളായി. രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ഒരു അഭിഭാഷകൻ, മുൻ കേന്ദ്ര നിയമമന്ത്രി നീതി ലഭ്യമാക്കാൻ കോടതിയിൽ ഹാജരാകുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും സോനം വാങ്ചുങ് ജയിലിൽ തന്നെയാണ്. പക്ഷേ ഗീതാഞ്ജലി ആഗ്മോ ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. കപിൽ സിബലിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യിക്കുന്നതിന് പകരം ഗീതാഞ്ജലി ചെയ്യേണ്ടിയിരുന്നത് നാഗ്പൂരിൽ RSSൻ്റെ ആസ്ഥാനത്ത് പോയി അവരുടെ 100ാം വാർഷികത്തിൽ പങ്കെടുത്ത് RSSനെയും അവരുടെ മേധാവി മോഹൻ ഭാഗവതിനെയും പുകഴ്ത്തണമായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കിട്ടിയേനെ ജാമ്യം. വെറുതെ പറയുന്നതല്ല. നടി ശില്പ ഷെട്ടി കഴിഞ്ഞ ദിവസം RSSൻ്റെ ആസ്ഥാനത്ത് പോയി സംഘപരിവാറിനെയും അതേപോലെ തന്നെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗവതിനെയും പാവോളം പുകഴ്ത്തിയിരുന്നു. അക്കാലത്ത് അവരുടെ ഭർത്താവ് കഴിഞ്ഞ 64 ദിവസമായി ജയിലിൽ കഴിയുകയായിരുന്നു. ബിറ്റ് കോയിൻ കേസിൽ 1-2 രൂപയുടെയല്ല 150 കോടിയുടെ കള്ളപ്പണ തട്ടിപ്പാണ്. ശില്പ RSS ആസ്ഥാനത്ത് പോയി മോഹൻ ഭാഗവതിനെ പ്രസംഗിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഭർത്താവ് രാജ് കുന്ദ്രയ്ക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ ആ മാർഗം ഗീതാഞ്ജലിക്ക് വഴങ്ങും എന്ന് തോന്നുന്നില്ല. അവർ അൽ ജസീറയുടെ റിപ്പോർട്ടറോട് പറഞ്ഞത് അവർക്ക് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ കഴിയും, തൽക്കാലത്തേക്ക് നിശബ്ദനാക്കാൻ പറ്റും, പക്ഷേ വിലക്കെടുക്കാൻ പറ്റില്ല എന്നായിരുന്നു. ആത്മാഭിമാനമുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടില്ലാത്തവർക്ക് നീതി ലഭിക്കാനാണ് പ്രയാസമെന്നാണ് സോനം വാങ്ചുങ്ങിൻ്റെ ജയിൽവാസം നമ്മളോട് പറയുന്നത്. ഫാഷിസത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ഉത്തരേന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കേരളത്തോട് അപേക്ഷിക്കാനാണ് 90 വയസ്സിനോടെടുത്ത താൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് കേരളത്തിലെത്തിയതെന്ന് ഫാറൂഖ് അബ്ദുള്ള പറയുന്നതിൻ്റെ അർത്ഥം കൂടിയാണ് സോനം വാങ്ചുങ്ങിൻ്റെ
ജയിൽവാസത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ആദ്യത്തെ വീഡിയോ അധികം നീട്ടുന്നില്ല. പക്ഷേ മുഹമ്മദ് ദീപക് എന്നിപ്പോൾ അറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ ദീപക് കുമാറിനെ കുറിച്ച് കൂടി പറയാതെ ഇത് പൂർത്തിയാകുന്നത് എങ്ങനെ? ദീപക് കുമാറിനെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ബജ്രംഗ് ദൾ പ്രവർത്തകർ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം തെമ്മാടികൾ 70 വയസ്സുള്ള വക്കീൽ അഹമ്മദ് എന്നയാൾ നടത്തിയിരുന്ന ബാബ എന്ന തുണിക്കട അടപ്പിക്കാനായി ശ്രമിച്ചതും ദീപക് തടഞ്ഞതും പേര് ചോദിച്ചവരോട് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞതും നാം വീഡിയോയിലൂടെ കണ്ടതാണ്. നാം മാത്രമല്ല, എല്ലാവരും. നമ്മുടെ MP ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തെ സ്വന്തം നാട്ടിൽ പോയി നേരിട്ട് കണ്ടു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചു. പക്ഷേ ഈ രാജ്യത്ത് മതേതരത്വം നിലനിർത്താനും ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യവും പൗരാവകാശങ്ങളും സംരക്ഷിക്കാനും ദീപക് ശ്രമിച്ചത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി. 150 പേർ അനുദിനം വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ജിമ്മിൽ ഇപ്പോൾ വരുന്നത് കഷ്ടി 12 പേരാണ്. ജോൺ ബ്രിട്ടാസ് അടക്കം എത്രയോ പേർ ആ ജിമ്മിൽ പുതുതായി മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ബജ്രംഗ് ദളുകാരെ ഭയന്നാകണം ആളുകൾ ദീപകിൻ്റെ ജിമ്മിൽ വരാൻ ഭയപ്പെടുന്നു. അതിനിടെ ചില ഹൈന്ദവ ഭീകരവാദ സംഘടനകൾ ദീപകിനെ കൊല്ലുന്നവർക്ക് സമ്മാനം വരെ പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിലെ കോട്ദ്വാര എന്ന പട്ടണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതും നടക്കുന്നതും. ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് എന്നറിയപ്പെടുന്ന അജയ് ബിഷ്ടിൻ്റെ നാടുകൂടിയാണിത്. അജയ് ബിഷ്ടിൻ്റെ ഗ്രാമമായ പഞ്ചൂർ അടങ്ങുന്ന പൗരി ഗഡ്വാൾ പ്രദേശത്തിൻ്റെ വാതിൽ എന്നറിയപ്പെടുന്ന പട്ടണമാണ് കോട്ദ്വാര. ബജ്രംഗ് ദളുകാരും ഹിന്ദു രക്ഷാദൾ എന്നറിയപ്പെടുന്ന മറ്റൊരു തീവ്രവാദി ഗ്രൂപ്പുകാരുമെല്ലാം ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും ഭയപ്പെടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ദീപക്. തൻ്റെ ജിമ്മിനേക്കാൾ വലുതാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പെന്ന് ചിന്തിക്കാനുള്ള വലിയ മനസ്സ് ദീപക്കിനുണ്ട്. എന്തായാലും ദീപകിൻ്റെ ധൈര്യം മറ്റനേകം പേർക്ക് ധൈര്യം നൽകിയിട്ടുണ്ട്. യോഗിയുടെ ജന്മനാട്ടിൽ നിന്ന് യോഗി ഭരിക്കുന്ന UPയിലെ മോഡിയുടെ മണ്ഡലമായ വാരണാസിയിലേക്ക് നമുക്ക് വരാം. അവിടെ കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾ നടത്തുന്ന മാംസവിൽപ്പന കടകൾ അടപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ചിലരെത്തി. സാധാരണഗതിയിൽ ഇത്തരം സാഹചര്യത്തിൽ പ്രതികരിക്കാൻ ധൈര്യപ്പെടാത്ത നാട്ടുകാർ കട അടപ്പിക്കാൻ വന്നവരോട് ഐഡൻറ്റിറ്റി കാർഡുകൾ ചോദിച്ചു. അവർ വിസമ്മതിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ചുറ്റും കൂടി. അവർ വന്നവരോട് വളഞ്ഞു നിന്ന് ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടുന്നതും അവർ പിന്തിരിഞ്ഞു പോകുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായി. ID ദിഖാവോ എന്ന് ചോദിച്ച് നാട്ടുകാർ ഉദ്യോഗസ്ഥർ ചമഞ്ഞെത്തിയവരെ പിന്നാലെ ഓടിക്കുന്നതും വീഡിയോയിൽ നമുക്ക് കാണാം. ഇത്തരം ചെറുത്തുനിൽപ്പിൻ്റെ കഥകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് ഇപ്പോഴും അവസാനമായിട്ടില്ല. UPയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും മുസ്ലിങ്ങളെ പരസ്യമായി തല്ലിച്ചതയ്ക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. അനുദിനം എന്നോളമുള്ള സംഭവങ്ങളാണിത്. പശ്ചിമ UPയിലെ ബദായൂനിലാണ് പുതിയ സംഭവം. അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3 മുസ്ലിങ്ങളെ മുഖത്തും ശരീരത്തും ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ആണ് പ്രചരിക്കുന്നത്. തൻ്റെ ബൈക്കിന് വഴിമാറിക്കൊടുത്തില്ല എന്ന് ആരോപിച്ചാണ് വൃദ്ധരായവരടക്കമുള്ളവർക്ക് നേരെയുള്ള ഈ ആക്രമണം. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും നാട്ടിൽ വെറുപ്പ് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് കോട്ടം തട്ടുന്നില്ല. ലോകത്തിനു മുന്നിൽ ഇന്ത്യ നാണം കെട്ടു നിൽക്കുന്ന കാലമാണിത്. ഇന്ത്യയുടെ വിദേശ നയങ്ങളെയും ആഭ്യന്തര നയങ്ങളെയും മാത്രമല്ല, രാജ്യത്തിൻ്റെ പരമാധികാരത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്ന പല പ്രസ്താവനകളും അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്നത് ഇന്ത്യ വിധേയപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിലും ഇന്ത്യൻ ഭരണ നേതൃത്വത്തിൻ്റെ വീരശൂരതയെപ്പറ്റിയുള്ള നിറം പിടിപ്പിച്ച കഥകൾ ആരാധകർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഹൈന്ദവ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ. നാം കൂടുതൽ മെച്ചപ്പെട്ട ഭരണവും ജനാധിപത്യവും ജീവിതവും അർഹിക്കുന്നുണ്ട് എന്നാണ് ഈ വാർത്തകളെല്ലാം നമ്മോട് പറയുന്നത്. അതിനിടയിലും കേരളം വ്യത്യസ്തമായി നിലകൊള്ളുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീപക് കുമാർ ചെയ്തതിലോ വാരണാസിയിൽ ഏതോ ക്രിമിനലുകൾ ഉദ്യോഗസ്ഥരുടെ വേഷം കെട്ടി ഭയപ്പെടുത്താൻ വന്നതിനെ നാട്ടുകാർ ഓടിച്ചതോ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. നമ്മുടെ നാട്ടിൽ സർവ്വരും ചെയ്യുന്ന സാധാരണ കാര്യങ്ങളാണത്. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് ഒരു ബസ്സിന് തീപിടിച്ചപ്പോൾ നാട്ടുകാർ ഒരുമിച്ച് നിന്ന് 1 മിനിറ്റ് കൊണ്ട് അപകടം ഒഴിവാക്കിയത് നാം കണ്ടു. പ്രളയകാലത്തും ഉരുൾപൊട്ടൽ കാലത്തും നാം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയല്ല,
മനുഷ്യരായാണ് നിന്നത്. കോവിഡ് കാലത്ത് മുസ്ലിം പള്ളിയിൽ ഖബറൊരുക്കുന്ന ഹിന്ദു യുവാക്കളെ നാം കണ്ടു. മതഭേദമില്ലാതെ മനുഷ്യർക്ക് വേണ്ടി തുറന്നുകൊടുത്ത പള്ളികൾ കണ്ടു. കേരളം ഇപ്പോഴും ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞതുപോലെ വ്യത്യസ്തമായി നിലകൊള്ളുന്നുണ്ട്. അതാണ് യഥാർത്ഥ കേരള സ്റ്റോറികൾ. കേരളത്തിനെതിരെ എത്രയോ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നവർ ഒരുക്കുന്ന കേരള സ്റ്റോറികളുടെ ലക്ഷ്യമെന്താണ് എന്നും ഫാറൂഖ് അബ്ദുള്ളയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. കേരളം ഇപ്പോഴും ജനാധിപത്യത്തിൻ്റെ തുരുത്തായി മതേതരത്വത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്നു. അവർ വെറുപ്പിൻ്റെ കഥ പറയുമ്പോൾ നാം ഭരണകൂടത്തിനൊപ്പം ഒന്നിച്ചൊന്നായി ഇറങ്ങി പ്രകൃതി ദുരന്തങ്ങൾക്കിരയായവരെ ചേർത്ത് പിടിക്കുന്നു. അവർക്ക് വീട് വെച്ച് നൽകുന്നു. ബീഡി തൊഴിലാളിയായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ അതിനായി ചെലവഴിക്കുന്നു. കുഞ്ഞുങ്ങൾ കുടുക്ക പൊട്ടിച്ച് ചില്ലറ സമ്പാദ്യങ്ങൾ ദാനം ചെയ്യുന്നു. നാം സ്കൂളുകളും ആസ്പത്രികളും പണിയുന്നു. ആളുകൾക്ക് ചികിത്സയും വിദ്യാഭ്യാസവും നൽകുന്നു. നമ്മുടെ ശിശുമരണ നിരക്കും പൊതുജനാരോഗ്യവും യൂറോപ്പിന് കിടപിടിക്കുന്നു. ഇത് ചിലർക്ക് സഹിക്കുന്നില്ല. ആ ചിലരിൽ കേരളത്തിൽ നിന്നുള്ള പലരുമുണ്ട് എന്നതും വിചിത്രമായ സത്യമാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ സംവിധായകനും നിർമ്മാതാവും ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി. ലവ് ജിഹാദിനിരയായ എന്നവകാശപ്പെടുന്ന 30 സ്ത്രീകളെ ആ വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി. ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് ഇന്ത്യൻ കോടതികൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കേരള സ്റ്റോറിയുടെ പശ്ചാത്തലത്തിൽ ഹാജരാക്കപ്പെട്ട സ്ത്രീകളിൽ ഒരാൾ പോലും മലയാളികളായിരുന്നില്ല. പിന്നെ എന്തിന് ഈ സിനിമയ്ക്ക് കേരള സ്റ്റോറി എന്ന് പേരിട്ടുവെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. കേരളത്തിൽ നിന്നുള്ള ജേർണലിസ്റ്റുകളുടെ ഒരു ചോദ്യത്തിനും മറുപടിയില്ലാതെ വാർത്താ സമ്മേളനം അവസാനിച്ചുവെങ്കിലും ഡൽഹിയിലും വടക്കേ ഇന്ത്യയിലും അടുത്ത ദിവസം ഇറങ്ങിയ പത്രങ്ങളിലും അവരുടെ ഓൺലൈനുകളിലും കേരള സ്റ്റോറിയുടെ സംവിധായകൻ 30 ലവ് ജിഹാദ് ഇരകളെ ഹാജരാക്കി എന്ന് തന്നെയാണ് വാർത്ത. അഥവാ കേരള സ്റ്റോറി കേരളത്തിൽ പ്രചരിപ്പിക്കാനല്ല, മലയാളികളോട് സംസാരിക്കാനല്ല, കേരളത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും നുണകളും വെറുപ്പുകളും ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കാനാണ്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും പൊതുജനാരോഗ്യത്തിൻ്റെയും വികസനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ബദൽ മാതൃകയെ കരിവാരി തേക്കാനാണ്. പൗരസമൂഹം എന്ന നിലയിൽ നമുക്കെല്ലാം വിവരങ്ങൾ അറിയാനും വാർത്തകളുടെ ഉള്ളടക്കവും ഉള്ളുകളികളും വിശദാംശങ്ങളും മനസ്സിലാക്കാനും അവകാശമുണ്ട്. അഴിമുഖത്തിൻ്റെ വീക്ക്ലി ഡീറ്റെയിൽസിൻ്റെ ലക്ഷ്യവും ഇതുതന്നെയാണ്. കൂടുതൽ വാർത്തകളുടെ വിശദാംശങ്ങളുമായി കഴിഞ്ഞ ആഴ്ചകളുടെ സംഭവവികാസങ്ങളുടെ ഉള്ളുകളികളുമായി ഇനിയും കാണാം. അതുവരേക്കും നമസ്കാരം.